ഭൂപടത്തിലെ അതിരുകൾ മനുഷ്യൻ വരച്ചുണ്ടാക്കുന്നതാണെങ്കിലും പ്രകൃതിയുടെ അതിർത്തികൾ അതിനപ്പുറമാണ്. ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു മഹാനദി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളങ്ങളിലൊന്നായി മാറുകയാണ്. ടിബറ്റിൽ യാർലങ് സാങ്പോ എന്നും ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും അറിയപ്പെടുന്ന ഈ നദി വെറുമൊരു ജലസ്രോതസ്സല്ല, മറിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജീവനാഡിയാണ്. എന്നാൽ ഈ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ചൈന നിർമ്മിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ തന്നെ ഭീഷണിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് കൃത്യമായ മറുപടിയായി അരുണാചൽ പ്രദേശിൽ 1.5 ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ ഇന്ത്യ ഒരുക്കുന്ന സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള ഒരു പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ ജലസുരക്ഷ ഉറപ്പാക്കാനുള്ള അതിരുകളില്ലാത്ത വലിയൊരു പ്രതിരോധ മതിലാണ്. തോക്കുകൾക്കും മിസൈലുകൾക്കും പകരം നദികൾ ആയുധമാകുന്ന ഈ ജലയുദ്ധത്തിന്റെ അണിയറ കഥകൾ അത്യന്തം സങ്കീർണമാണ്. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന യാർലങ് സാങ്പോ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായി വലിയൊരു കൊക്കയിലൂടെയാണ് കടന്നുപോകുന്നത്. യാർലങ് സാങ്പോ ഗ്രാൻഡ് കന്യോൺ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഈ കൊക്കയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ മുതലെടുത്തുകൊണ്ട് 60,000 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഭീമൻ അണക്കെട്ടാണ് ചൈന ഇവിടെ വിഭാവനം ചെയ്യുന്നത്. നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയിലെ തന്നെ 3 ഗോർജിയസ് ഡാമിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതാണ് നിർമ്മാണത്തിലിരിക്കുന്ന ഈ പുതിയ പദ്ധതി. ഇതൊരു സാധാരണ വികസന പദ്ധതിയോ കേവലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമോ അല്ല, മറിച്ച് ഇതൊരു സൈനിക തന്ത്രപരമായ നീക്കമാണ്. അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ സുരക്ഷാ റഡാറുകളിൽ എപ്പോഴും ആശങ്ക നിറയ്ക്കുന്ന ഒന്നാണ്. ഒരു വലിയ ഭൂകമ്പ സാധ്യതാ പ്രദേശത്ത് ഇത്രയും വലിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നത് പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും അതൊന്നും വകവെക്കാതെ അതിവേഗത്തിലാണ് ഈ പദ്ധതിയുമായി ബീജിംഗ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രോജക്റ്റ് പൂർത്തിയായാൽ ബ്രഹ്മപുത്രയിലെ ജലത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലാകുമെന്ന് ഒരു നഗ്നമായ സത്യമാണ്. വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ വരൾച്ചയിലേക്ക് തള്ളിവിടാനും മഴക്കാലത്ത് അമിതമായി വെള്ളം അപ്രതീക്ഷിതമായി തുറന്നുവിട്ട് അസമിലും അരുണാചൽ പ്രദേശിലും കൃത്രിമ പ്രളയം സൃഷ്ടിക്കാനും ചൈനയ്ക്ക് ഇതിലൂടെ അനായാസം സാധിക്കും. ഒരു നദിയെ തന്ത്രപരമായ ജലായുധമാക്കി മാറ്റാനുള്ള ചൈനീസ് അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചൈനയുടെ ഈ ഭീഷണിയെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇന്ത്യക്കൊരിക്കലും സാധിക്കില്ല. ഇതിനുള്ള ശക്തമായ മറുപടിയായാണ് അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിൽ 11,000 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ബഹുതല ജലവൈദ്യുത പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. യാർലങ് സാങ്പോ നദി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ സിയാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന ഈ കൂറ്റൻ പദ്ധതി നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നായാണ് ഇത് അറിയപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം വൈദ്യുതി ഉൽപ്പാദനം മാത്രമല്ല ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. ചൈന അപ്രതീക്ഷിതമായി ഡാം തുറന്നുവിട്ടാൽ കുതിച്ചെത്തുന്ന ലക്ഷക്കണക്കിന് ഘനയടി വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ജലസംഭരണിയായി ഈ സിയാങ് ഡാം പ്രവർത്തിക്കും. ഒരു വലിയ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് വരുന്ന പ്രളയജലത്തെ തടഞ്ഞു നിർത്തി അസമടക്കമുള്ള സംസ്ഥാനങ്ങളെ വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ നിന്നും വൻതോതിലുള്ള മണ്ണൊലിപ്പിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് സിയാങ് ഡാമിന്റെ പ്രാഥമിക ദൗത്യം. ചൈന തങ്ങളുടെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ പ്രോജക്റ്റ് ഇപ്പോഴും പ്രാഥമിക സാധ്യതാ പഠനങ്ങളുടെ ഘട്ടത്തിലാണെന്നത് ഭരണകൂടത്തെ കുറച്ചൊന്നുമല്ല അലട്ടുന്നത്. അതിനാൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുടെ പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കി നിർമ്മാണം തുടങ്ങാനുള്ള കടുത്ത സമ്മർദ്ദത്തിലാണ് കേന്ദ്ര സർക്കാരും രാജ്യത്തെ മറ്റ് സുരക്ഷാ ഏജൻസികളും. നദികളുടെയും അവയിലെ ജലത്തിന്റെയും അവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഒരു നദി ഒഴുകി തുടങ്ങുന്ന രാജ്യത്തെ അപ്പർ റിപ്പേറിയൻ എന്നും അവിടെ നിന്നും നദി ഒഴുകിയെത്തുന്ന രാജ്യങ്ങളെ ലോവർ റിപ്പേറിയൻ എന്നുമാണ് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ വിളിക്കുന്നത്. ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ ചൈന ഒരു അപ്പർ റിപ്പേറിയൻ രാജ്യമാണ്. അതായത് നദിയുടെ താക്കോൽ അവരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ലോകത്തിലെ മിക്ക അന്താരാഷ്ട്ര നദികൾക്കും വ്യവസ്ഥാപിതമായ ജല പങ്കിടൽ കരാറുകളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ ഇത്തരം കാര്യങ്ങളിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ബ്രഹ്മപുത്രയിലെ വെള്ളം പങ്കുവെക്കുന്നതിനെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു നിയമപരമായ ഉടമ്പടിയും ഇന്നുവരെ നിലവിലില്ല. പ്രളയ മുന്നറിയിപ്പുകൾ നൽകുന്നതിനുള്ള ജലനിരപ്പിന്റെ വിവരങ്ങൾ കൈമാറാൻ മാത്രമുള്ള ഒരു സാങ്കേതിക ധാരണ മാത്രമേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൂ. അതിർത്തിയിൽ എന്തെങ്കിലും ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഡേറ്റ പോലും ചൈന ഇന്ത്യക്ക് നൽകാറില്ല എന്നതാണ് ദോക്ലാം ഗൽവാർ പ്രതിസന്ധികളുടെ സമയത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. മെക്കോങ് നദിയിൽ തുടർച്ചയായി ഡാമുകൾ നിർമ്മിച്ച് താഴോട്ടുള്ള വിയറ്റ്നാം, തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളെ ചൈന എങ്ങനെയാണ് ജലക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് എന്നതിന്റെ നേർചിത്രം ലോകത്തിന്റെ മുന്നിലുണ്ട്. ഇതേ തന്ത്രം ഹിമാലയത്തിലും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായി സിയാങ്ങിൽ ഒരു വലിയ ഡാം നിർമ്മിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയെന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്.
ദേശീയ സുരക്ഷയുടെയും ഭൗമരാഷ്ട്രീയത്തിന്റെയും തലത്തിൽ സിയാങ് പദ്ധതി ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണെങ്കിലും നാണയത്തിന്റെ മറുപുറം അത്ര ശോഭനമല്ല. ഈ പദ്ധതി പരിസ്ഥിതിയിലും പ്രാദേശിക ജനജീവിതത്തിലും ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളാണ് ഭരണകൂടം നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളി. ഹിമാലയൻ നിരകൾ ഭൂകമ്പങ്ങളുടെ കളിത്തൊട്ടിലാണ്. നിരന്തരം ഭൂചലനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയിൽ ഇത്രയും വലിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നത് ഒരു അപകടം പിടിച്ച കളിയാണെന്നത് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞർ വാദിക്കുന്നുണ്ട്. കൂടാതെ അരുണാചൽ പ്രദേശിലെ തദ്ദേശീയരായ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആദി ഗോത്രവർഗ്ഗക്കാർ ഈ പദ്ധതിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങളുമായി നാളുകളായി തെരുവിലുണ്ട്. 10,000-കണക്കിന് ഹെക്ടർ വനഭൂമി എന്നേക്കുമായി വെള്ളത്തിനടിയിലാകുമെന്നും നൂറ്റാണ്ടുകളായി തങ്ങൾ ജീവിച്ചു വരുന്ന പൈതൃക ഭൂമിയും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുമെന്നും അവർ ഭയപ്പെടുന്നു. ഈ അണക്കെട്ട് നിർമ്മാണം തങ്ങളുടെ തനത് സംസ്കാരത്തെയും ഉപജീവനത്തെയും ഇല്ലാതാക്കുമെന്നാണ് പ്രാദേശിക ജനതയുടെ ആശങ്ക. രാജ്യരക്ഷയും ദേശീയ താൽപ്പര്യവും വളരെ പ്രധാനമാണെങ്കിലും സ്വന്തം പൗരന്മാരെ വഴിയാധാരമാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ ജനങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തും അവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും മുൻകൂട്ടി ഉറപ്പാക്കിയും മാത്രമേ സർക്കാരിന് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതോടൊപ്പം പരിസ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ ആഘാതം മാത്രം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക എഞ്ചിനീയറിംഗ് വിദ്യകൾ ഉപയോഗിക്കേണ്ടതും ഇവിടെ അനിവാര്യമാണ്. വരും കാലങ്ങളിൽ ലോകത്ത് മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന പ്രശസ്തമായ നിരീക്ഷണം യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒന്നാണെന്ന് ഇപ്പോൾ തെളിയുകയാണ്. ചൈനയുടെ ബ്രഹ്മപുത്രയിലെ മെഗാ പ്രോജക്റ്റും ഇന്ത്യയുടെ സിയാങ് പ്രതിരോധവും നൽകുന്ന സൂചനകൾ മറ്റൊന്നല്ല. 21-ാം നൂറ്റാണ്ടിൽ സൈനിക ആയുധങ്ങൾ മാത്രമല്ല, ഒഴുകുന്ന നദികളും അതിർത്തികളിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളായി മാറുകയാണ്. ബ്രഹ്മപുത്രയിലെ ജലപ്രവാഹത്തെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെയും കാർഷിക മേഖലയെയും നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. അതിനാൽ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന 1.5 ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതി കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനമല്ല, മറിച്ച് അത് ഭാരതത്തിന്റെ പരമാധികാരവും സാധാരണക്കാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഒരു വലിയ പ്രതിരോധ കവചമാണ്. എന്നാൽ ഈ കവചം നിർമ്മിക്കുമ്പോൾ പ്രകൃതിക്കും അവിടെ ജീവിക്കുന്ന തദ്ദേശീയർക്കും ഏൽക്കുന്ന വലിയ മുറിവുകൾ കൂടി വളരെ കരുതലോടെ രാജ്യം പരിഗണിക്കേണ്ടതുണ്ട്. അതിർത്തിക്ക് പുറത്തുള്ള ശത്രുക്കളുടെ ഭീഷണികളെയും രാജ്യത്തിന് അകത്തുള്ള ജനങ്ങളുടെ പ്രതിസന്ധികളെയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെ ഈ പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കും എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. നദികൾ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട സമാധാനത്തിന്റെ പാലങ്ങളാകേണ്ടതിന് പകരം ഭയത്തിന്റെ മതിലുകളാകുന്നത് ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. എങ്കിലും വ്യക്തമായ ഭീഷണികൾക്ക് മുന്നിൽ കണ്ണടച്ചിരിക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സിയാങ് നദിയിലെ ഓരോ തുള്ളി വെള്ളത്തിനും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയുടെ വിലയുണ്ട് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ അതിജീവനവും പ്രകൃതിയുടെ സംരക്ഷണവും തമ്മിലുള്ള ഈ വലിയ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പമായിരിക്കും എന്നത് കാലം തെളിയിക്കേണ്ട ഒന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.